ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാൻവ ബിഗിനർ തൊട്ട് അഡ്വാൻസ് വരെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. കൂടാതെ എങ്ങനെ നമുക്ക് ഫ്രീലാൻസിങ് വർക്ക് ചെയ്യാം, എങ്ങനെ നമ്മൾ പ്രൈസിങ് ഇടണം, എങ്ങനെ നമ്മൾ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ ഫ്രീലാൻസിങ്ങിൽ അതെല്ലാം നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾ എപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം, നിങ്ങൾ ഇത്ര ഒരു എമൗണ്ടിൽ നിങ്ങൾ ഏണിങ്സ് എത്തിയാൽ ആ ഏണിങ്സിനെ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രീലാൻസിങ് ബിസിനസ് നമ്മൾ ഇനീഷ്യൽ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അങ്ങനെ അതെങ്ങനെ നമുക്കൊരു കംപ്ലീറ്റ് ബിസിനസ് ആക്കാം, എങ്ങനെ നമുക്ക് എംപ്ലോയീസിനെ വെക്കാം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണിത്. വെറും ഗ്രാഫിക് ഡിസൈൻ ക്യാൻവ മാത്രമല്ല ഈ ഒരു സെക്ഷനിലുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങളും ഫ്രീലാൻസിങ്ങും എല്ലാ കാര്യങ്ങളും ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ കണ്ടന്റ് ടേബിൾ തരാം. ഈ കണ്ടന്റ് ടേബിളിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വൺ സെക്കൻഡ്. ഓക്കെ, ഈ കണ്ടന്റ് ടാബിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ലെവൽ എന്താണ് ക്യാൻവ, അതുപോലെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് ബേസിക് ലെവൽ, പിന്നീട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ക്യാൻവൻ്റെ അധിക ടൂൾസ് AI ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവലിലോട്ട് അത് പഠിക്കും. ബേസിക് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ, ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നടുവിൽ, അതായത് ഏറ്റവും ടോപ്പും അല്ല ഏറ്റവും കുറവുമല്ല, നടുവ് നിൽക്കുന്നതിനെയാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് പഠിക്കും, അഡ്വാൻസ് ലെവൽ, എങ്ങനെ ഒരു ക്യാൻവയിൽ ഒരു പ്രൊഫഷണൽ ആവാം, എങ്ങനെ ക്യാൻവ യൂസ് ചെയ്യാം, അഡ്വാൻസ് ലെവലിൽ യൂസ് ചെയ്യാമെന്നല്ല, എങ്ങനെ ക്യാൻവയിൽ പ്രൊഫഷണൽ ആവാം എന്നുള്ളതിനെ പറ്റി നമ്മൾ അഡ്വാൻസ് ലെവലിൽ പഠിക്കും. പിന്നീട് നമ്മൾ ഏണിംഗ് ആസ് എ ഫ്രീലാൻസർ, ഏണിംഗ് ആസ് എ ഡിസൈനർ, നമ്മളൊരു ഡിസൈനറാണല്ലോ, നമ്മൾ എങ്ങനെ ഏൺ ചെയ്യണം, നമ്മൾ പ്രൈസിങ് സെറ്റ് ചെയ്യണം, പ്രൈസിങ് സെറ്റ് ചെയ്യുമ്പോഴുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സൂത്രങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് പ്രൈസിങ് സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏണിംഗ് ആസ് എ ഡിസൈനറിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്കെയിലിംഗ് ടു ആൻ ഏജൻസി, പാസീവ് ഇൻകം. ഈ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഫ്രീലാൻസർ എന്നുള്ള പൊസിഷനിൽ നിന്ന്, എന്താണ് ഈ ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റ് ഷോപ്പുകൾക്കോ വേണ്ടി വർക്ക് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സമയത്തിന് ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രൈസിനും നമ്മുടെ സമയത്തിനും ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഫ്രീലാൻസിങ് വർക്ക് എന്ന് പറയുന്നത്. ഞാൻ വലിയ ഡെഫിനിഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ സെക്ഷൻ എക്സ്പേർട്ട് ലെവലിൽ വരുന്നത് നമ്മൾ ഫ്രീലാൻസർ ആയി നിന്ന് നമുക്കതൊരു ബിസിനസ് ആക്കി മാറ്റാം, എങ്ങനെ നമുക്ക് എംപ്ലോയീസിനെ വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണ്, 23 ലെസൺസ് ആണ് ക്യാൻവ എന്ന് പറയുന്ന നമ്മളെ ബിഗിനർ ടു അഡ്വാൻസ് സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് സെക്ഷൻ 1ഉം 2 ആണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇതിൽ എന്തുണ്ട്, ഇതിൽ തിയറി ഉണ്ട്, അതുപോലെ പ്രാക്ടിക്കലും ഉണ്ട്. ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കറ്റിലല്ല കാര്യം. ഒരു ഡിസൈനർക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ പോർട്ട്ഫോളിയോയിലാണ് ഇമ്പോർട്ടൻറ്റ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇൻ ദ ഫോം ഓഫ് വെബ്സൈറ്റ് ആവാം, അതുപോലെ പിന്നെ PDF ആക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇതിന് മുന്നേ ചെയ്ത വർക്ക്, നമ്മുടെ ഇതിന് മുന്നേ ചെയ്ത ഡിസൈനും കാര്യങ്ങളെല്ലാം അല്ലേ, ആ ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു ഡിസൈനർ എന്നെ മീറ്റ് ചെയ്യണം, എന്നോട് പറഞ്ഞ് അവർക്കൊരു പോസ്റ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്തിൻ്റെ വിശ്വാസത്തിലാണ് എനിക്ക് അവർ വർക്ക് തരിക? അപ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ പോർട്ട്ഫോളിയോ ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇതിന് മുന്നേ ചെയ്ത വർക്ക് ഉണ്ടോ, അതിനാണ് പ്രീവിയസ് വർക്ക് എന്ന് പറയുക. അങ്ങനെ വർക്ക് ഉണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ലിങ്ക്, അത് വെബ്സൈറ്റ് ആണെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിൽ വരുന്നുണ്ട്. അത് ഞാൻ ഈ സെക്ഷൻ്റെ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ PDF അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് അവരെന്ത് ചെയ്യുക, അവർ നമ്മുടെ വിലയിരുത്തുക, നമ്മുടെ വർക്ക് ഇത്രത്തോളം ഉണ്ട്, നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്താൽ നമ്മുടെ പോർട്ട്ഫോളിയോ അത്രക്ക് അടിപൊളിയായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വർക്ക് കിട്ടുക. ഈ നമ്മളെ ഡിസൈനിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആരും ചോദിക്കൂല. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലാതെ നമ്മുടെ കയ്യിൽ വർക്കിന് വരുന്ന ക്ലയൻ്റ് ഒന്നും നമുക്ക് എത്ര കാലം ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നോ നമ്മുടെ സർട്ടിഫിക്കറ്റ് എവിടെയൊന്നും ചോദിക്കില്ല. അവർക്ക് വേണ്ടത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വർക്ക്, അതാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലെസൺ 1, ഇൻട്രൊഡക്ഷൻ ടു ക്യാൻവ ആൻഡ് അക്കൗണ്ട് സെറ്റപ്പ്. എന്താണ് ക്യാൻവ എന്ന് പറയുന്നത്? ക്യാൻവ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓൺലൈൻ ഗ്രാഫിക് ഡിസൈനിങ് ടൂൾ അലോ ടു ക്രിയേറ്റ് വിഷ്വൽസ് ലൈക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ്, ലോഗോസ്, പ്രസൻറ്റേഷൻ, പോസ്റ്റേഴ്സ് ആൻഡ് മോർ വിത്തൗട്ട് നീഡിങ്
വൺ സെക്കൻഡ്, ഹൈലൈറ്റർ എടുത്തതാണ്. വിത്തൗട്ട് നീഡിങ് അഡ്വാൻസ് ഡിസൈനിങ് സ്കില്ല്. അതായത് ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഡ് വെറൈറ്റി ഓഫ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് ഡിസൈനിങ് ചെയ്യാറുള്ളത്. ഇത് ഈ കേസല്ല, അങ്ങനെയാണ് ശരിക്കും ഡിസൈൻ ചെയ്യുക. അതായത് നമുക്ക് ഫോട്ടോഷോപ്പ് നമുക്ക് കംപ്ലീറ്റ് അറിയണം. ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് അറിയണം. അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിക്കണം. അതിനൊക്കെ വലിയ എമൗണ്ട് വരും അത് പഠിക്കാൻ. അത് പഠിച്ച് കഴിഞ്ഞിട്ടോ നമ്മളിതിൽ എലമെൻറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ എലമെൻറ്റ് വേണം. ഇപ്പോൾ ഒരുപാട് ഷേപ്സ് കാര്യങ്ങൾ, എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാൻവ ഓപ്പൺ ആക്കുമ്പോൾ കാണിച്ചു തരാം. അതുപോലെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം. ഈ സാധനമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യും വേണം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എവിടെ, ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ. ഓക്കെ, ആ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ് ക്യാൻവ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ വന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ പ്രീമെയ്ഡ് ആയിട്ടുള്ള, അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഡിസൈൻ ഉണ്ട്. അത് ഞാൻ ടെംപ്ലേറ്റ് എന്ന് പറയാം, അതായത് ഒരാൾ ഉണ്ടാക്കി വെച്ച ഡിസൈൻ. അപ്പോൾ ആ ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരാം. ഞാൻ എന്താണ് ക്യാൻവ എന്നുള്ളതിന് തുടങ്ങിയതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്വന്തമായിട്ട് വേണോ ചെയ്യാം, ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ക്യാൻവയിൽ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇതിന് വലിയ ഡിസൈനിങ് സ്കില്ലോ വലിയ സോഫ്റ്റ്വെയർ അറിയേണ്ട ആവശ്യമോ അങ്ങനെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ക്യാൻവ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ക്യാൻവ എന്ന് പറയുന്നത്. ക്യാൻവ ആരൊക്കെ, സ്റ്റുഡൻസിന് പറ്റും, ഹൗസ് വൈഫിന് പറ്റും, പ്രൊഫഷണൽസിനെല്ലാം എന്ത് ചെയ്യാം, ക്യാൻവ യൂസ് ചെയ്യാം. പിന്നെ ക്യാൻവൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടാസ്ക് ഉണ്ട്. ആദ്യം നമുക്ക് ക്യാൻവ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിന് നമുക്ക് തുടങ്ങാം. ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ ഉണ്ടാവും. ഓക്കെ, മൈക്രോസോഫ്റ്റ് സ്റ്റോർ അതില്ല എന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വിൻഡോസിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, സ്റ്റാർട്ട് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. കണ്ടോ, മൈക്രോസോഫ്റ്റ് സ്റ്റോർ. ഇത് വിൻഡോസ് 10 ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് സ്റ്റോർ നമ്മൾ ഓൺ ആക്കുക. എന്നിട്ട് ഇവിടെ സെർച്ചിൽ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂലേ, അതുപോലെ തന്നെ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ക്യാൻവ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ, അതാണ് ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത്. അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നമ്മൾ ഓൺ ആക്കിയിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക, ക്യാൻവ എന്ന് വരും. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ ഇൻസ്റ്റാൾ നിൽക്കിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് ആ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ എന്ത് സംഭവിക്കും, ക്യാൻവ കയറും. ഓക്കെ അല്ലേ? ഇനി ഇതല്ലാതെ വേറെ മെത്തേഡ് ഉണ്ട്. നമ്മളെ ബ്രൗസർ, ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ ബ്രൗസറിൽ ക്യാൻവ ഡൗൺലോഡ് PC എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ, ക്യാൻവ ഡൗൺലോഡ് ഫോർ വിൻഡോസ്. ഈ വിൻഡോസ് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ചോദിക്കും, അതായത് എവിടെയാണ് നിങ്ങൾക്ക് ക്യാൻവ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഡൗൺലോഡ്സിൽ തന്നെയാണ് ക്യാൻവ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്താൽ ഡൗൺലോഡ്സിൽ ഇപ്പോൾ അവിടെ ഒരു സാധനം കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, മുഴുവായിട്ടില്ല. ഇതാ, ക്യാൻവ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻവ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ബ്രൗസർ വഴി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ നേരെ മറിച്ച് സ്റ്റോറിൽ നിന്നാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയി ഇൻസ്റ്റാൾ ആയി നമ്മുടെ ഹോം പേജിലോട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിലോട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാൻവ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ കഴിയും ക്യാൻവ, അതായത് ഞാൻ ഡൗൺലോഡ്സിലോട്ടല്ലായിരുന്നു നേരത്തെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡൗൺലോഡ്സിൽ വന്നാൽ എനിക്കിവിടെ കാണാൻ കഴിയും ക്യാൻവ ഇവിടെ ഉണ്ട്. ഇനി ക്യാൻവ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാൻവ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്യാൻവ ഇൻസ്റ്റാൾ ആയാൽ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് വരും. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരും, ബ്രൗസർ വഴി ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ആയിരിക്കും ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കുള്ള ഇൻ്റർഫേസ്. നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം.
ക്യാൻവയിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ലോഗിൻ വിത്ത് ബ്രൗസർ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതാണോ ബ്രൗസർ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത് ആ ബ്രൗസറിലോട്ട് ക്യാൻവ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. 1 സെക്കൻഡ്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കാം. അതായത് നിങ്ങൾ ഇവിടുന്ന് കണ്ടിന്യൂ വിത്ത് ലോഗിൻ വിത്ത് ബ്രൗസർ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ വൈഡ് വെറൈറ്റി ഓഫ് ഫോമിൽ നിങ്ങൾക്ക് ക്യാൻവയിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, ഫേസ്ബുക്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, ഏതെങ്കിലും ഇമെയിൽ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും സേഫും ബാക്കിയെല്ലാം സേഫാണ്. പക്ഷെ ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ ഐ ഡിയാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐ ഡീസ് വരും. ആ ഐ ഡീസിൽ നമ്മളെ ഏത് ഐ ഡിയിലാണോ നമുക്ക് ക്യാൻവ ലോഗിൻ ചെയ്യേണ്ടത് ആ ഐ ഡി കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, ക്യാൻവ ലോഗിൻ ആയി. ഓക്കെ, യെസ്, കണ്ടിന്യൂ ടു ആപ്പ്, ഓപ്പൺ ആപ്പ്. എന്ത് സംഭവിച്ചു? ക്യാൻവ ഓപ്പൺ ആയി. അപ്പോൾ ക്യാൻവ ഓപ്പൺ ആയി വരുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഈ ഫ്രീലാൻസർ വർക്കിന് വേണ്ടി. അതിൻ്റെ ഒരു പേരും അതിന് ലോഗോയും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. ലോഗോ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ജിമെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ജിമെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്യാൻവ ലോഗിൻ ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്ത് വേണം, സ്വന്തമായിട്ട് ഒരു കമ്പനി, നമ്മളൊരു കമ്പനി രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി അല്ല, നമ്മളൊരു ഷോപ്പ് രീതിയിൽ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പ് രീതിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് ഏണിങ്സ് എത്തുമ്പോൾ നമ്മൾ ഇതിനെ കമ്പനി ആക്കിയിട്ട് മാറ്റും, അല്ലെങ്കിൽ ഷോപ്പ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ പേരിലാണ്. ഓക്കെ, നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പേര് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ എൻ്റെ പേര് നഫൽ, ഞാൻ എൻ്റെ നഫൽ എന്ന് പറഞ്ഞ പേരിലാണ് ഗ്രാഫിക് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലോണം വർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് എംപ്ലോയീസിനെ വെക്കേണ്ടി വരും, എനിക്ക് വർക്കേഴ്സിനെ വെക്കേണ്ടി വരും, എനിക്കൊരു ഓഫീസ് ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് പിന്നീട് എൻ്റെ പേരിൽ നിന്ന് അങ്ങനെ ഇടുമ്പോൾ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അത് ബ്രാൻഡിലോട്ട് മാറ്റില്ലേ, നല്ലൊരു ബ്രാൻഡ് നെയിം ഒക്കെ ഇട്ട് മാറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിക്ക് ഒരു ബ്രാൻഡ് നെയിം നിങ്ങളെ ഷോപ്പിന് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു പേര് കണ്ടെത്തുക. അതിനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം. ലോഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ലോഗോ ക്രിയേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ക്യാൻവാൻ്റെ മാസ്റ്റർ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോഗോ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഇതിന് വേണ്ടി നിങ്ങളൊരു സിം കൊടുക്കണം, ഒരു പുതിയ നമ്പർ കൊടുക്കണം. ഓക്കെ, ജിമെയിൽ ഐ ഡി നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത നെയിം ഉണ്ടല്ലോ കമ്പനിക്ക് വേണ്ടി, ആ നെയിമിൽ വേണം നിങ്ങൾ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു ഫോൺ നമ്പർ കൊടുക്കണം. എന്നിട്ട് ആ ജിമെയിൽ ഐ ഡിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ക്യാൻവ ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാൻവ നിങ്ങൾ പ്രീമിയം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ക്യാൻവ പ്രീമിയത്തിൽ വൈഡ് വെറൈറ്റി ഓഫ് ടെംപ്ലേറ്റ് നമുക്ക് കിട്ടും. അതുപോലെ ഡിഫറെൻറ്റ് മോഡൽസിലുള്ള ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാൻവ ഫ്രീ വെർഷനിൽ ടെംപ്ലേറ്റ്സ് കുറവാണ്. അതുപോലെ നമുക്ക് എല്ലാ ടൂൾസിലും ആക്സസ് ഇല്ല. അപ്പോൾ ക്യാൻവ പ്രീമിയത്തിന് പ്രൈസ് വരുന്നത് $500 പെർ മന്ത്, അതായത് 500 രൂപയാണ് ഒരു മാസത്തിന് വരുന്നത് ക്യാൻവ പ്രീമിയം. ഒരു കൊല്ലത്തിന് 4000 രൂപയാണ് വരുന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ക്യാൻവൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു കൊല്ലത്തിന് 12 months കണ്ടോ, ഒരു കൊല്ലത്തിന് ക്യാൻവ പ്രീമിയം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 4000 രൂപയാണ് വരുന്നത്. ഒരു മാസത്തിന് അപ്പോൾ 500 രൂപ. ഒരു മാസത്തിൻ്റെ പ്ലാൻ ഇവർക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് ഒരു കൊല്ലത്തിൻ്റെ പ്ലാൻ തന്നെ ഉള്ളൂ. ഈ ഒരു പ്ലാന് നമ്മൾ പുറത്ത് കൊടുക്കുന്നത്, നമ്മളൊരു ഓഫർ പ്രൈസിൽ ക്യാൻവ പ്രീമിയം നമ്മൾ എക്സ്ട്രാ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് കൊടുക്കുന്നത് ഈ ഒരു പ്ലാൻ 1000 രൂപയ്ക്കാണ്.
ഓക്കെ. നിങ്ങൾ നമ്മുടെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമ്മളെ സ്റ്റുഡൻസിന് മാത്രം 250 രൂപക്ക് നമ്മൾ ക്യാൻവ പ്രീമിയം കൊടുക്കുന്നുണ്ട്. 250 രൂപക്ക് നമ്മൾ ക്യാൻവ പ്രീമിയം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പോകുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ക്യാൻവ പ്രീമിയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏതായാലും ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. അപ്പോൾ ക്യാൻവ പ്രീമിയം നിങ്ങൾ ക്യാൻവ പ്രീമിയം നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. ക്യാൻവ പ്രീമിയം വാങ്ങിയാൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മാത്രമേ ഉള്ള ഒരു ഓഫറാണ്. 250 രൂപയേ ഉള്ളൂ ക്യാൻവ പ്രീമിയത്തിന്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഹോം പേജ്. ഇപ്പോൾ ഈ സൈഡിലുള്ളത് കണ്ടോ, ഇതിലിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോം പേജിലാണ്. ഇതാണ് നമ്മുടെ ഹോം പേജ്. ഇവിടെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത ഡിസൈൻസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ വരും. ഓക്കെ. ഇവിടെ ഉണ്ടാവും റീസെൻ്റ് ഡിസൈൻസ്, നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത ഡിസൈൻസ്, ഇതിന് മുന്നേ ചെയ്ത ഡിസൈൻസ്, അതിനെയാണ് റീസെൻ്റ് ഡിസൈൻ എന്ന് പറയാം. ആ ഡിസൈനും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. അതുപോലെ ഇവിടെയും കാണാം നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇതിന് മുന്നേ ചെയ്ത ഡിസൈൻ. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ക്യാൻവാസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് കണ്ടോ, വാട്ട് വിൽ യു ഡിസൈൻ ടുഡേ, നമ്മൾ എന്താണെന്ന് ഡിസൈൻ ചെയ്യുന്നത്. ലോഗോ ആണോ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണോ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സ്ക്വയർ, ഡോക്യുമെന്റ്, വൈറ്റ് ബോർഡ്, പ്രസന്റേഷൻ, സോഷ്യൽ മീഡിയ, വീഡിയോ, പിന്നെന്താ പ്രിന്റബിൾസ്, വെബ്സൈറ്റ്. അതുപോലെ പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതായത് ലോഗോക്ക് എന്ന് പറയുമ്പോൾ ഇത്ര 500 പിക്സൽ തൊട്ട് 500 പിക്സൽ വരെയാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഈ പിക്സൽ എന്ന് പറയുന്നത് നമ്മുടെ സെന്റിമീറ്റർ, ഇഞ്ചസ് ഒക്കെ അല്ലേ, അതുപോലെ ഒരു ടൈപ്പ് ഓഫ് യൂണിറ്റ് ആണ്. അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. നമ്മൾ നോർമലായിട്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പിക്സലാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. കാരണം ക്യാൻവയാണ്, എല്ലാം പ്രീമെയ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ലോഗോക്ക് വേണ്ട ഡിസൈൻ ഇവിടെ ഉണ്ട്. അതായത് ക്യാൻവാസ് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലോഗോന്റെ ക്യാൻവാസ് ഓപ്പൺ ആക്കി. കണ്ടോ, ആ ലോഗോക്ക് വേണ്ട ക്യാൻവാസ് ഇവിടെ വന്നു. ഇനി ഈ ക്യാൻവാസിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ലോഗോ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇനി നമ്മൾ ബാക്ക് അടിച്ച് ഹോമിലേക്ക് തന്നെ പോവുക. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ എന്തുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇവിടെ കസ്റ്റം സൈസ് എന്ന് കൊടുത്താൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട സൈസിൽ. ചില ക്ലയൻസ് അവർക്ക് ബിൽ ബോർഡോ അവർക്ക് വേറെ എവിടെയെങ്കിലും ഒട്ടിക്കാനോ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ നമ്മളോട് സൈസ് പറയും. ആ സൈസ് ഇഞ്ചസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിറ്റ്സിന് മാറ്റിയാൽ ഇഞ്ചസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഞ്ചസ് മാറ്റാൻ പറ്റും, മീറ്റർ ആക്കാൻ പറ്റും, സെന്റിമീറ്റർ എല്ലാം ആക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇതാണ് ഹോം പേജ്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ അക്കൗണ്ടാണ്. ഓക്കെ. ഇവിടെയാണ് നമ്മൾ ലോഗിൻ ചെയ്ത അക്കൗണ്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. സെറ്റിങ്സിൽ പറയാനുള്ളത് നമ്മുടെ അക്കൗണ്ടും നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങൾ, നമ്മൾ ലോഗിൻ ചെയ്ത ഇമെയിൽ ഐ ഡി, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റിങ്സിൽ വരുന്നത്. ഓക്കെ. അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പോൾ ഹോം പേജ് ഇതാണ്. ഇനി ഇവിടെ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മളിവിടെ ആദ്യം കസ്റ്റം ഡിസൈൻ എന്ന് കൊടുത്തില്ലേ, അതുപോലെ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുത്താലും നമുക്ക് ഇങ്ങനെ വരും. നമുക്ക് ഏത് ഡിസൈനാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് വരും, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വേണോ, ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആണോ. ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം റീൽ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. ഈ റീലിനുള്ള സൈസ് തന്നെയാണ് സ്റ്റോറിക്കുള്ള സൈസും. അതാണ് ഇവിടെ സെപ്പറേറ്റ്. ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നുണ്ടാവില്ല. വാട്സപ്പ് സ്റ്റാറ്റസിനുള്ള സൈസ് വേണോ, ഇനി ഫേസ്ബുക്ക് കവർ പേജിനുള്ള സൈസ് വേണോ, ടിക്ടോക്ക് വീഡിയോക്കുള്ള സൈസ് വേണോ, യൂട്യൂബ് തംബ്നെയിലിനുള്ള സൈസ് വേണോ. യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഇമേജ് കണ്ടിട്ടല്ലേ, അതിനാണ് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയാം. ഓക്കെ. അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രീ മെയ്ഡ് ആയിട്ടുള്ള ക്യാൻവാസ് ഇവിടെ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്താൽ ആ സൈസിലുള്ളത് ഓൺ ആവും. അവിടെ നമുക്ക് ഡിസൈൻ ചെയ്താൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കസ്റ്റം വേണമെങ്കിൽ കസ്റ്റം ചെയ്യാം. പിന്നെ അപ്ലോഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്ലോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്തുള്ളത്, ഹോം പേജിൽ ഉള്ളത്. ഓക്കെ അല്ലേ. ഓക്കെ. പിന്നെ ഇനി അടുത്തതാണ് എന്ത്, പ്രൊജക്ട്സ്. ഈ പ്രൊജക്ട്സിലാണ് എന്തുള്ളത്, നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഈ പ്രൊജക്റ്റിൽ ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾഡർ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ പ്രൊജക്റ്റ് ഇപ്പോൾ നമുക്കൊരു ക്ലയൻറ്റ് ഉണ്ട്. ആ ക്ലയൻറ്റിൻ്റെ തന്നെ ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്. ലോഗോ നമ്മളാണ് ചെയ്യുന്നത്, പോസ്റ്റർ നമ്മളാണ് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നമ്മളാണ് ചെയ്യുന്നത്, ബാനർ നമ്മളാണ് ചെയ്യുന്നത്. ഈ വർക്കൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിലോട്ട് എല്ലാം ഇടാം. ഓക്കെ. ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ പ്രൊജക്ട്സിൽ വന്നാൽ ഇവിടെ ആഡ് ന്യൂ എന്ന് കണ്ടോ, പ്രൊജക്ട്സിൽ വന്നാൽ ഇവിടെ ഓണർ, കാറ്റഗറി, ഡേറ്റ്, മോഡിഫൈഡ്, അതുപോലെ മോസ്റ്റ് റെലവൻറ്റ്, പിന്നെ എവിടെ വേണമെങ്കിലും ഇതേ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് അതിലും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ വേറെ ഇതാണ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ പേര് സേവ് ചെയ്യാൻ മറന്നു. അതായത് പേര് എന്ന് പറഞ്ഞപ്പോഴാണോ TC പ്രൊമോഷൻ പോസ്റ്റർ എന്നുള്ളത്, അതുപോലെ പേര് ഞാൻ കൊടുക്കാൻ മറന്നു. അപ്പം നോർമൽ കേസിൽ ഇപ്പോൾ നമുക്ക് ക്ലയൻറ്റ് കിട്ടിയാൽ ആദ്യം ക്ലയൻറ്റിൻ്റെ പേര് കൊടുക്കും, പിന്നെ ക്ലയൻറ്റിന് എന്താണ് ആവശ്യം എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാൻ മറന്നുപോയി.
ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ അയാൾക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ചെയ്ത് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്താൽ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നോ ആ പോസ്റ്റിൻ്റെ ക്യാൻവാസിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം എനിക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലിയർ ഓൾ കൊടുത്താൽ അത് പോകും. ആ ക്ലിയർ ഓൾ എന്ന് കൊടുത്താൽ നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഡേറ്റ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് നമ്മളിപ്പോൾ ഏത് ഡേറ്റിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റിലാണ് ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഡേറ്റത്തെ മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, ഡേറ്റ് വെച്ചിട്ടും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ മോസ്റ്റ് റെലവൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂവസ്റ്റ് എഡിറ്റഡ്, അതായത് ഏറ്റവും ഇത് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത സാധനം അത് ഇതാണ്. ഓക്കെ, പിന്നെ ഓൾഡസ്റ്റ് എഡിറ്റഡ്, ഞാൻ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്ത സാധനം അത് ഇതാണ്. അതുപോലെ നമുക്ക് എന്ത് കിട്ടും, അങ്ങനെ കിട്ടും. പിന്നെ മോസ്റ്റ് റെലവൻറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ആൽഫബറ്റിക്, അതായത് എ ടു സെറ്റ് എന്ന രീതിയിലും കിട്ടും. അതായത് ഇപ്പോൾ പേര് കൊടുത്തത് ആദിൽ, അഭിജിത്ത്, അങ്ങനെ എ ടു സെറ്റ് എന്നുള്ള രീതിക്കും നമുക്ക് എന്ത് കിട്ടും, അത് കിട്ടും. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പറയുമ്പോൾ എല്ലാം പറയാമെന്ന് എഴുതിയിട്ടാണ്. ഓക്കെ, ഒന്നും ഇത് വിട്ടു പോവാതെ എല്ലാ എ ടു സെറ്റ് കാര്യങ്ങൾ പറയാമെന്ന് എഴുതിയിട്ടാണ്. നിങ്ങളിതൊന്നും എഴുതി വെക്കൊന്നും വേണ്ട കേട്ടോ. ഇത് നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് വട്ടം ചെയ്യൊന്നും വേണ്ട. ഒരു 2 വട്ടം നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്കിത് യൂസർ ഫ്രണ്ട്ലി ആയി. അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങളൊരു ഫോട്ടോഷോപ്പ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഫോട്ടോഷോപ്പിൻ്റെ ബേസിക്സ് നമുക്ക് ഇതിൽ പഠിക്കാൻ വരുന്നുണ്ട്. അത് ഈ സെക്ഷനിലല്ല. ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ലോഗോ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വലിയൊരു സെക്ഷൻ വരുന്നുണ്ട്. ആ സെക്ഷനിൽ നമുക്ക് വലുതല്ല, ലോഗോ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ക്യാൻവയിലല്ല നമ്മൾ സെപ്പറേറ്റാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫോട്ടോഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്യാൻവ എത്രത്തോളം സിമ്പിളാണ്, ക്യാൻവ എത്ര ഈസി ആയിട്ട് നമുക്ക് ക്യാൻവയിൽ ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് പ്രൊജക്ട്സ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. പ്രൊജക്ട്സിൽ നിന്ന് നമുക്ക് പറയാനൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ടെംപ്ലേറ്റ്. ഇവനാണ് നമ്മളെ ഹീറോ. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റമില്ലാത്ത രീതിയിൽ അത്രക്കും ടെംപ്ലേറ്റ് ഇതിലുണ്ട്. ഇത് പ്രീമിയം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇതിൽ ഒട്ടുമിക്ക ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നല്ല ടെംപ്ലേറ്റ്സ് ഒക്കെ പ്രീമിയമാണ്. അതുപോലെ നല്ല ടെംപ്ലേറ്റ്സ് ഒക്കെ പ്രീമിയമാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരും ക്യാൻവ യൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. പക്ഷേ എല്ലാവർക്കും ഇത്ര അടിപൊളിയായിട്ട് ക്യാൻവ യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു ഡിസൈനർ അയാൾ ആദ്യം എന്ത് ചെയ്യും, ക്യാൻവയിലൊന്ന് നോക്കും. ക്യാൻവയിലൊന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ടാണ് നമ്മളെ കൈക്ക് വരിക. നമ്മളോട് ചോദിക്കും ക്യാൻവയിലാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് അയച്ചു കൊടുക്കരുതെന്ന്. കാരണം ക്യാൻവയിലാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാൻവ അല്ലേ, സിമ്പിൾ അല്ലേ എന്നുള്ളൊരു മൈൻഡിലാണ് ക്യാൻവ ഡിസൈനേഴ്സിനെ കാണുന്നത്. ആക്ച്വലി നമ്മൾ ക്യാൻവ മാത്രം ഉപയോഗിച്ചിട്ടല്ല ഒരു ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ നിങ്ങളോടൊരു ക്ലയൻറ്റ് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ ഒരു ഡിസൈനർ ഒരു സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്തിട്ടല്ല ഡിസൈൻ ചെയ്യുക. വൈഡ് വെറൈറ്റി നമ്മൾ ഫോട്ടോഷോപ്പ്, ക്യാൻവ, ഇല്ലുസ്ട്രേറ്റർ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻവ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അവരെ ഡീൽ ചെയ്യാൻ. അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്യാൻവ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റും ബാർഗെയിൻ ചെയ്യാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. ഇപ്പം നിങ്ങളൊരു പോസ്റ്ററിന് 600 രൂപയാണ് നിങ്ങളൊരു പോസ്റ്ററിന് പറഞ്ഞത്. നിങ്ങൾ ടെംപ്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാതെ, ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഡിസൈൻ, അതായത് ഇതുപോലെ ടെംപ്ലേറ്റ് ഞാൻ പറഞ്ഞുതരാം, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻ അത് യൂസ് ചെയ്യാതെ നിങ്ങൾ തുടക്കം മുതൽ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം ക്ലയൻറ്റ് നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ ക്യാൻവയിലാണോ ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ക്യാൻവയിലാണ്. അവിടെ മുതൽ പിന്നെ ക്ലയൻറ്റ് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. ക്യാൻവ സിമ്പിൾ അല്ലേ എന്നുള്ള കാര്യം ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി സെയിം പ്രോസസ്സ് തന്നെയാണ്. ക്യാൻവയിലുള്ളതും ഫോട്ടോഷോപ്പിലുള്ളതും ഡിസൈനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഏത് ടൂളാണെങ്കിലും സെയിം ടൂൾ തന്നെയാണ്. ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കാണ് ആ എമൗണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബാർഗെയിനിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്ലയൻറ്റ് അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, നമ്മൾ ക്യാൻവ മാത്രമല്ല നമ്മൾ വൈഡ് വെറൈറ്റി ഓഫ് ടൂൾസ്, അതായത് നമ്മൾ ഒരു ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കും, ക്യാൻവ ഉപയോഗിക്കും, അതുപോലെ ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിക്കും. അതുപോലെ അങ്ങനെ റെഫർ ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസൈൻ ചെയ്യാന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയാൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ലിങ്ക് അയച്ചു കൊടുക്കരുത്. കാരണം ക്യാൻവൻ്റെ ലിങ്കാണ് പോവുക. ഓക്കെ, ഇനി എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്ത് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുക, ക്ലയൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. അത് നമുക്ക് സെപ്പറേറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റിൻ്റെ സെക്ഷൻ. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ, അതായത് പ്രീ മെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻ, അതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഡിസൈൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടെംപ്ലേറ്റ് എന്ന് പറയാം. ടെംപ്ലേറ്റിൻ്റെ സൈഡിൽ പോകാം. നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് വേണോ, അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ക്ലിക്ക് ചെയ്താൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ ക്യാൻവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ. ഞാൻ വെബ്സൈറ്റിൻ്റെ കാര്യം ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം വെബ്സൈറ്റ് ക്യാൻവ ഉപയോഗിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ബേസിക് വെബ്സൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ ക്യാൻവയിൽ ബേസിക് വെബ്സൈറ്റിൻ്റെ കാര്യം മാത്രം നമ്മളിവിടെ ക്യാൻവയിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് വർക്കൊന്നും വരില്ല. ഓക്കെ, ഓക്കെ, അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് വേണോ, ബിസിനസ് സെലക്ട് ചെയ്താൽ ബിസിനസ്സിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ബിസിനസ് കാർഡ് വേണോ, അത് ക്ലിക്ക് ചെയ്താൽ ബിസിനസ് കാർഡിലുള്ള ഇഷ്ടം പോലെ പ്രീമിയം ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും.
ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ സൈഡ് എടുത്ത് തീർന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ്. സോ ബിസിനസ്സിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ളത് വേണം. ബിസിനസ്സിൽ അതായത് ഒരു ക്ലയൻറ്റ് അയാൾ ബിസിനസ്സാണ് ചെയ്യുന്നത്. അയാളുടെ ബിസിനസ്സിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് വേണോ? സ്റ്റോറീസ് ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റോറീസിന് വേണ്ട ടെംപ്ലേറ്റ് നമുക്കിവിടെ റെഡിയാണ്. കണ്ടോ? സ്റ്റോറീസിന് വേണ്ടിയുള്ള വൈഡ് വെറൈറ്റി ഓഫ് ടെംപ്ലേറ്റ് നമുക്കിവിടെ റെഡിയാണ്. അതുപോലെ എഡ്യൂക്കേഷൻ ഒരു സെറ്റ് ഓ ഓക്കെ ഓക്കെ. അതായത് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവിടുന്ന് പോവാത്തത്. ഓക്കെ. അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ടെംപ്ലേറ്റ് വേണോ? എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ടെംപ്ലേറ്റ് ഉണ്ട്. എഡ്യൂക്കേഷൻ സബ്ജക്റ്റ് ആണോ? അതുപോലെ ഗൈഡ് ആണോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് തീരൂല. അതിന് മാത്രം ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നോർമലി ഈ സൈഡിൽ ഞാൻ നോക്കലില്ല. ഞാൻ എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ് ഒരു പോസ്റ്ററാണ് പറയുന്നത് നോക്കുക. ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററാണ് പറയുന്നത്. എൻ്റെ ക്ലയൻറ്റ് ഒരു ഫുഡ് പോസ്റ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഇതാണല്ലോ ഹോം പേജ്. ഇപ്പം ഇനി നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ക്യാൻവ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഈ സൈഡിൽ പോയി നോക്കിയാൽ മതി എവിടെയാണ് അത് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ഹോമിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്കൊരു ക്ലയൻറ്റ് വന്നു. ക്ലയൻറ്റിന് ഒരു പോസ്റ്ററാണ് വേണ്ടത്. ഏത്? ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഇവിടെ സെർച്ച് ബാർ, നേരെ സെർച്ച് ബാർ ഉണ്ട്, എന്ത് സെർച്ച് ചെയ്താലും ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഫുഡ് പോസ്റ്ററിന് സെർച്ച് ചെയ്താൽ എന്ത് വരും? ഇഷ്ടം പോലെ ഫുഡ് പോസ്റ്റർ നമുക്ക് എന്താ ഇവിടെ പ്രീ മെയ്ഡ് ആയിട്ട് റെഡിയാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നല്ല പറയണ്ടേ? പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് വേണ്ട പോസ്റ്റർ ഏതാണ്? ഡിസൈൻ നമുക്ക് രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോം പേജ് പോവുക. ഹോം പേജ് പോയിട്ട് ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ സൈസിലുള്ള സാധനമാണ് വേണ്ടത്. ഒരു സൈസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തന്നു. ഓക്കെ. നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനുള്ളതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ. ക്ലയൻറ്റ് എന്താ പറഞ്ഞത്? ഇൻസ്റ്റഗ്രാം പോസ്റ്റിനുള്ള പോസ്റ്ററാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ഡിസൈനിലുണ്ടോ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ഓപ്പൺ ആയി? ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുള്ള ക്യാൻവാസ് ഓപ്പൺ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാണ് ഓവറോൾ ക്യാൻവാസിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് വരുന്നത് ഇവിടെ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ. ഇനി ഈ ഒരു ഇൻ്റർഫേസ് ഞാൻ പറഞ്ഞുതരാം. ഈ മേലുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞ ഡിസൈൻ. ഈ മേലെ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ. ഞാൻ വേറൊരു ഡിസൈൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ വേറൊരു ലോഗോ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഗോ ഇവിടെ, പോസ്റ്റർ ഇവിടെ, അങ്ങനെ നമുക്കിങ്ങനെ മാറ്റാൻ കഴിയും. നമ്മൾ നോർമലി ബ്രൗസറിൽ പേജ് സ്വിച്ച് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് പേജ് സ്വിച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്ലോഡ് ഫയൽ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, മേക്ക് എ കോപ്പി, ഡൗൺലോഡ്, സേവ്, മൂവ് ടു ട്രാഷ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഇത് കിട്ടിയാൽ ഇവിടെ അൺടൈറ്റിൽഡ് ഡിസൈൻ എന്നായിരിക്കും കാണാം. അത് മാറ്റിയിട്ട് നിങ്ങളെ ക്ലയൻറ്റിൻ്റെ പേര് കൊടുക്കുക. നമ്മുടെ ക്ലയൻറ്റിൻ്റെ പേര് എന്തേലും ജോഷി. അത് നമുക്ക് ക്ലയൻറ്റിൻ്റെ പേര് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് എന്തിനാണോ നമുക്ക് വന്നത്, എന്തിനാണോ ക്ലയൻറ്റ് നമ്മളെ അടുത്തേക്ക് വന്നത്, ഫുഡ് പോസ്റ്ററിനാണ് ക്ലയൻറ്റ് നമ്മളെ കയ്യിലോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ്റെ പേര് ഇപ്പോൾ നമ്മൾ മാറ്റി ജോഷി ഫുഡ് പോസ്റ്ററിനാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനി ആദ്യം നമ്മൾ പേര് മാറ്റുക. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ അത് കാണിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ വരുന്നുണ്ട്. പിന്നെ ഇവിടെ അനാലിറ്റിക്സ്, കമൻസ്, ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല ഇവിടെ. ഇത് ഷെയർ ആണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ വരാം. ഇപ്പോൾ നമ്മൾ എവിടുന്നാ വന്ന്? ടെംപ്ലേറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യമല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ടെംപ്ലേറ്റ് എങ്ങനെയാണ് എടുക്കുക? ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്തിട്ട് ടെംപ്ലേറ്റ് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു അവർക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനാണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹോം പേജിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ക്യാൻവാസ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫസ്റ്റ് കാണുന്ന ഡിസൈൻ, ഈ ഡിസൈനിൽ വന്നിട്ട് നമ്മൾ ഹോം പേജിൽ എന്താണോ സെർച്ച് ചെയ്തത്, ഫുഡ് പോസ്റ്റർ സെർച്ച് ചെയ്താൽ അവിടെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ അതേ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ബർഗറിൻ്റെ ഡിസൈനാണ് ഞാൻ ക്ലയൻറ്റിന് ബർഗറിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് എഴുതി. ഓക്കെ. ക്ലയൻറ്റിന് വേണ്ടത് ഒരു ഫുഡ് പോസ്റ്ററാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ നിന്ന് ഒരു ഡിസൈൻ ചൂസ് ചെയ്തു ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഈ ബർഗറിൻ്റെ ഡിസൈൻ ചൂസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ആ ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈൻ നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ സൈസിൽ ഫിറ്റ് ആയിട്ട് വന്നു. നോർമൽ കേസിൽ നമ്മൾ ഹോം പേജിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയാൾ ഉണ്ടാക്കി വെച്ചേ, അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞല്ലോ ടെംപ്ലേറ്റ്. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ച ആൾ ഏത് സൈസിലാണോ ചെയ്തിട്ടുള്ളത് ആ സൈസിലായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയാൽ കിട്ടുക. ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ പോസ്റ്റർ എടുത്തു. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം കേട്ടോ. പോസ്റ്റർ മാത്രമല്ല, എന്ത് വേണമെങ്കിലും. ഇപ്പം ഞാനൊരു ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ സെർച്ച് ചെയ്തു. കണ്ടോ? ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ. നിങ്ങളോട് ക്ലയൻറ്റ് എന്താണോ പറഞ്ഞത് അത് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ സാധനം ഉണ്ടാവും.
ഓക്കെ, ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ സെർച്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഫുഡിൻ്റെ തന്നെ ആക്കാം, അപ്പുറത്തും ഫുഡാണല്ലോ. ഫുഡ് പോസ്റ്റർ, ഈ ഫുഡ് പോസ്റ്റർ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് ഓണാക്കണം. ഇപ്പോൾ നമ്മൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മൾ ക്ലിക്ക് ചെയ്ത ഫുഡ് പോസ്റ്റർ വരും. അതുപോലെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്താൽ ആ വീഡിയോൻ്റെ താഴെ അതുമായിട്ട് ബന്ധമുള്ള വീഡിയോസ് വരില്ലേ, അതുപോലെ അതുമായിട്ട് ബന്ധമുള്ള പോസ്റ്ററും കാര്യങ്ങളെല്ലാം ഇവിടെ വരും. ഇനി ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഈ ഡിസൈനാണ് എന്ത് ചെയ്യാനുള്ളത്, എഡിറ്റ് ചെയ്യാനുള്ളത്. ഈ ഡിസൈനിലാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരാൾ ഉണ്ടാക്കി വെച്ച ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈനിൽ നമ്മൾ ഈ ഇമേജ് മാറ്റാം, ഈ ടെക്സ്റ്റ് മാറ്റാം, ഇതിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളേതായിട്ടുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റിമറിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മാറ്റിമറിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്താൽ ആ ഡിസൈൻ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ആയി. ആ ഡിസൈന് ഇവിടെ ഓപ്പൺ ആയി. ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം നോക്കിയേ. ഇത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടിയുള്ള ക്യാൻവാസ് നമ്മൾ ആദ്യം ഓപ്പൺ ആക്കിയിട്ട് പിന്നീട് ആ ക്യാൻവാസിലോട്ട് നമ്മൾ ഡിസൈൻ ഇട്ടു. ഇത് ആ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആക്കി. ഇപ്പം നമ്മളോട് ക്ലയൻറ്റ് പറയാണ്, എനിക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടിയുള്ള സൈസിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ സൈസ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ കേസിൽ ക്ലയൻറ്റ്സ് അങ്ങനെ പറയാറില്ല. റയറാണ് ക്ലയൻറ്റ്സ് അങ്ങനെ ഓൾക്ക് ഏത് കാറ്റഗറിയിലാണ് വേണ്ടതെന്ന് പറയുന്നത് റയറാണ്. പക്ഷേ നിങ്ങൾ അവരോട് ചോദിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം പിന്നീട് ഈ ഡിസൈനിങ് ഫീൽഡിൽ ഞാൻ പ്രൈസിങ് സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ചില നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് പോരാ, ഇത് പോരാ, അത് അവിടുന്ന് മാറ്റണം, ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ് നിങ്ങൾ അതുപോലെ മീംസും ട്രോൾസൊക്കെ അതിൻ്റെ കണ്ടു. അതുപോലെ കുറച്ച് ക്ലയൻറ്റ്സ് വരും. അപ്പോൾ ആ ക്ലയൻറ്റ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. ഏത് സൈസിലാണ് വേണ്ടത്, നിങ്ങൾ ഏത് ബിസിനസ്സാണ് ചെയ്യണത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റർ ഏതാണ്, റെഫറൻസ് ഏതാണ്, അതൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇത് ക്യാൻവൻ്റെ ബേസിക്സ് ആണ് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ടെംപ്ലേറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ ടെംപ്ലേറ്റ് ക്ലയൻറ്റിന് ഏത് സൈസിലാണോ വേണ്ടത് അതിൻ്റെ ക്യാൻവാസ് ചൂസ് ചെയ്തിട്ട് അതിൽ ഡിസൈനിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക ഫുഡ് പോസ്റ്റർ. എന്നിട്ട് ആ ഡിസൈൻ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ, ഇത് എലമെന്റ്സ്, ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടും. എന്ത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക്, ഡിസൈൻ അല്ല, എന്ത് ഡിസൈൻ നമുക്ക് മേലെ ഡിസൈൻ സെർച്ച് ചെയ്താൽ കിട്ടും. എന്ത് എലമെന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, എന്ത് എലമെന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ ടെക്സ്റ്റ്, നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഈ ഇന്റർഫേസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അതായത് ഇവിടെ നമുക്ക് ഇതാണ് മെയിൻ ഭാഗം ഇതിൻ്റെ, അതായത് ക്യാൻവ ഡിസൈനിങ്ങിൻ്റെ മെയിൻ ഭാഗം ഇതല്ല ക്യാൻവാസ്. അപ്പോൾ നമുക്ക് ആദ്യം ഹോം സ്ക്രീൻ കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോമിൽ തന്നെ പോവാം. ഹോമിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടെംപ്ലേറ്റിലാണ്. ടെംപ്ലേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ട്. പ്രസൻറ്റേഷൻ ആണോ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണോ, ഡോക്യുമെൻറ്റ്സ് ആണോ, പോസ്റ്റർ ആണോ, റെസ്യൂമേ ആണോ, പിന്നെ ലോഗോസ് ആണോ, ഫ്ലൈ ഓവർ ആണോ, വീഡിയോസ് ആണോ, അതുപോലെ വൈറ്റ് ബോർഡ് ആണോ, സ്റ്റോറീസ് ആണോ, യൂട്യൂബ് തംബ്ലെയിൻസ് ആണോ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ആണോ, എണ്ണം, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റം കിട്ടൂല. അത്രക്ക് ഇഷ്ടം പോലെ സാധനം എവിടെ ഉണ്ട്, ക്യാൻവയിലുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഫുഡ് പോസ്റ്റർ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഫുഡ് പോസ്റ്റർ വന്നത്. ഇനിയിപ്പോൾ എന്തിനാ സെർച്ച് ചെയ്യുക, ബ്യൂട്ടി ക്ലിനിക്ക് നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തില്ലേ. ഇപ്പം ഞാൻ എഡ്യൂക്കേഷൻ ബാനർ ഒന്ന് സെർച്ച് ചെയ്തു, കണ്ടോ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാനറും കാര്യങ്ങളും ഇഷ്ടം പോലെ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള അത്രയും ഡിസൈൻ ഇവിടെ ഉണ്ട്, ക്യാൻവയിലുണ്ട്. ഇതെങ്ങനെ ഡിസൈൻ ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് വേറെ എടുക്കുന്നുണ്ട്. അത് ഞാൻ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ എടുത്തെടുത്ത് ഇൻട്രൊഡക്ഷനിൽ ഞാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ലെസൺ 1ഉം 2ഉം നമുക്ക് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ശരിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഉള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞ കാര്യം ശരിക്കും നമുക്ക് ചെയ്യാനില്ല ഇതിൽ. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീമിയം, പക്കാ പ്രീമിയം വാങ്ങിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ആപ്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ആപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, വൈഡ് വെറൈറ്റി ഓഫ് ടൂൾസ് ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ ആവശ്യത്തിന് വേണ്ടിയുള്ള ടൂൾസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ അഡ്വാൻസ് ആകുമ്പോൾ, അതായത് നിങ്ങൾ ക്യാൻവയിൽ എക്സ്പേർട്ട് ആകുമ്പോൾ, അതായത് ഈ ബ്രാൻഡും ആപ്സ് ഒക്കെ എന്ന് പറയുന്നത് നിങ്ങൾ ക്യാൻവയിൽ എക്സ്പേർട്ട് ആകുമ്പോൾ, അതായത് എനിക്കിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ ആപ്പ് എന്ന് പറഞ്ഞ് എടുത്ത് തരാൻ പറ്റില്ല. ഇതിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഈ ആപ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ പ്ലഗിൻസ് ആയിട്ട്. പ്ലഗിൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, എങ്ങനെ പറയാം, ഇപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് എടുത്തു നോക്കാം. സ്റ്റിക്കർ ഉണ്ടാക്കണം. സ്റ്റിക്കർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റിക്കർ ഉണ്ടാക്കാന്നല്ല, അപ്പോൾ ഒരു പോസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിക്കർ ഉണ്ടാക്കാനുണ്ടോ AI സ്റ്റിക്കർ മേക്കർ.
ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഇത് ശരിക്കും നിങ്ങൾ ഇപ്പം നോക്കണ്ട. ഇത് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരോ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ആപ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവും. ആപ്സിൽ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും ട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആപ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ ബ്രാൻഡ് നമ്മൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നോക്കണ്ട. ഈ ക്ലാസ് വർക്ക്, ആപ്സ്, ബ്രാൻഡ് അത് നിങ്ങൾ ഇപ്പോൾ നോക്കണ്ട. ഓക്കെ. അപ്പോൾ ഈ ഹോമും പ്രൊജക്ട്സും ടെംപ്ലേറ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ക്യാൻവയിലുള്ള എല്ലാ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും ക്യാൻവയിലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്യാൻവേൻ്റെ 2 ലെസൺ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിച്ചത് ഒന്ന് ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ക്യാൻവ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ക്യാൻവൻ്റെ ഹോം പേജ്, ടെംപ്ലേറ്റ്, പ്രൊജക്റ്റ്, ബ്രാൻഡ് ഹബ്ബ്, ആപ്പ് ഇൻ്റഗ്രേഷൻ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി ഒരു ഫസ്റ്റ് ടാസ്ക് എന്ന രീതിക്ക് ഈ ടാസ്ക് നിങ്ങൾ ചെയ്തോളൂ. അതായത് ഒരു ഡിസൈൻ ഒരു ഡിസൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഡിസൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള വർക്കാട്ടോ. ഒരു ഡിസൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് പിന്നെ അതിൽ ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്പ് നിങ്ങൾ ടെംപ്ലേറ്റ് വരെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ളത് ഈ സേവും ഡൗൺലോഡും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. സേവ് എന്താ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത ക്യാൻവാസിൻ്റെ സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ഫസ്റ്റ് ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഈ അസൈൻമെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ ക്യാൻവ എന്താണ്. അപ്പോൾ നിങ്ങൾ ക്യാൻവ എക്സ്പ്ലോർ ചെയ്യുക. എന്തൊക്കെ ഇനി ഞാൻ പഠിപ്പിച്ച ടെംപ്ലേറ്റ്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ബാക്കിയൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാല്ല. വൈഡ് വെറൈറ്റി ഓഫ് കാറ്റഗറിയിൽ ടെംപ്ലേറ്റ്, ബാനർ, ലോഗോസ് അതൊക്കെ നിങ്ങൾ ക്യാൻവയിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ അതിലുണ്ട് എന്നുള്ള കാര്യം ക്യാൻവ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ. അതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്. ഓക്കെ. അതാണ് നമുക്ക് ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരാം. ഇന്ന് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന് അത് ചെയ്താൽ മതി. ക്യാൻവ എക്സ്പ്ലോർ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ലെസൺ 2 നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ടൂൾ ബാർ എന്താ, ലെഫ്റ്റ് പാനൽ, ക്യാൻവാസ് ഏരിയ ലെസൺ 2 നമ്മൾ ഇന്ന് നമ്മൾ ലെസൺ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ലെസൺ 2 എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് ആണ്. ആ ക്യാൻവൻ്റെ ക്യാൻവാസിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ലെസൺ 2 നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്യാൻവൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ. എനിക്ക് ധൈര്യമായിട്ട് മെസ്സേജ് ചോദിച്ചോളൂ. ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യണം.